ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രഹാം ഗ്രീൻ്റെ ഷോക്കിംഗ് ആക്സിഡൻറ്റ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. സോ ബിഫോർ വി ഗോ ത്രൂ ദി ലെക്ചർ, I would like to say something about Graham Greene. So in this video session, I just include the portion about Graham Greene. So Graham Greene was born in Berkhamsted. Berkhamsted is a city in England, as the fourth child to his parents Charles Henry Greene and Marion Raymond Greene. So നിങ്ങൾക്ക് കാണാം 1904 ഇംഗ്ലണ്ടിലെ ബെർക്ഹാംസ്റ്റഡിലാണ് ഗ്രഹാം ഗ്രീൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ പേര് ചാൾസ് ഹെൻറി ഗ്രീൻ, അതുപോലെ തന്നെ മാരിയോൺ റെയ്മണ്ട് ഗ്രീൻ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ പേര്. അദ്ദേഹം നാലാമത്തെ കുട്ടിയായിരുന്നു. അവരുടെ ചാൾസ് ഹെൻറി ഗ്രീനിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മാരിയോൺ റെയ്മണ്ട് ഗ്രീനിൻ്റെയും നാലാമത്തെ കുട്ടിയായിട്ടാണ് നമ്മുടെ ഗ്രഹാം ഗ്രീൻ 1904 ജനിക്കുന്നത്. He was educated at Berkhamsted School and at Balliol College. Sorry, not Balliol, it's Balliol College. So അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമാണ് ബെർക്ഹാംസ്റ്റഡ് സ്കൂളിലും അതുപോലെ തന്നെ അതിനുശേഷം ബാലിയോൾ കോളേജിലുമാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അദ്ദേഹം പൂർത്തിയാക്കുന്നത്. ഹിസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക് വാസ് ബാബ്ലിംഗ് ഏപ്രിൽ ഇൻ 1925, എ വോളിയം ഓഫ് പോയട്രി. അദ്ദേഹം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 1925 പുറത്തിറങ്ങിയ ബാബ്ലിംഗ് ഏപ്രിൽ എന്ന് പറയുന്ന വർക്കാണ്. എന്താണ് ബാബ്ലിംഗ് ഏപ്രിൽ എന്ന് പറയുന്ന വർക്ക്? ഇറ്റ്സ് എ വോളിയം ഓഫ് പോയട്രി, ഒരു കവിതയുടെ സമാഹാരമാണ് ബാബ്ലിംഗ് ഏപ്രിൽ എന്ന പേരിൽ അദ്ദേഹം പുറത്തിറക്കുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം ആദ്യമായിട്ട് എഴുതുന്നത് കവിതയാണ്. എന്നാൽ അദ്ദേഹം വളരെ അധികം പ്രശസ്തനായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നോവലുകൾക്കും ചെറുകഥകൾക്കും ആണ്. ഹി കാറ്റഗറൈസ്ഡ് ഹിസ് ഫിക്ഷൻ ആസ് നോവൽസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ മൊത്തം ഫിക്ഷൻ എന്താണ് ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഇമാജിനറി ഇൻവെൻറ്റഡ് നരേറ്റീവ്. ഒരാൾ അയാളുടെ മനസ്സിലെ ഇമാജിനേഷൻ വെച്ചിട്ട് ഉണ്ടാക്കി എഴുതുന്ന കഥയോ നോവലോ ആയിട്ടുള്ള സംഭവത്തിനെയാണ് നമ്മൾ ഫിക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊത്തം ഫിക്ഷനുകളെ രണ്ടായിട്ട് അദ്ദേഹം തരംതിരിച്ചിട്ടുണ്ട്, നോവൽസ് എന്നും എൻ്റർടൈൻമെൻറ്റ്സ് എന്നും. ഇതിൽ നോവൽസ് നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി എൻ്റർടൈൻമെൻറ്റ്സ് ഞാൻ വഴിയെ പറയാം. ഹിസ് ഫസ്റ്റ് നോവൽ ദ മാൻ വിത്തിൻ വാസ് റിട്ടൺ ഇൻ 1929. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ചോദ്യമാണ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് നോവൽ റിട്ടൺ ബൈ ഗ്രഹാം ഗ്രീൻ. അതിൻ്റെ ആൻസർ ദ മാൻ വിത്തിൻ എന്നാണ്. അത് പബ്ലിഷ് ചെയ്തതെന്നാണ്? ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1929. Some of his other novels are Stamboul Train in 1932, Journey Without Maps in 1936, Brighton Rock in 1938, The Power and Glory in 1940, The Heart of the Matter 1948, and The End of the Affair in 1951. ഇതിൽ ചിലത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണെങ്കിൽ, നിങ്ങളിപ്പോൾ പല സ്റ്റുഡൻസാണ് ഇത് കാണുന്നവരുണ്ടാവുക. ഇംഗ്ലീഷ് സ്റ്റുഡൻസിനോട് മാത്രം പറയാനുള്ളത്, നിങ്ങൾ ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ പഠിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദ പവർ ആൻഡ് ഗ്ലോറി, അതുപോലെ തന്നെ ദി ഹാർട്ട് ഓഫ് ദി മാറ്റർ, ബ്രൈറ്റൺ റോക്കും നിങ്ങൾ കണ്ടേക്കാം. അപ്പോൾ ഈ 3 വർക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യത കൂടുതൽ വിച്ച് ഈസ് ദ ഫസ്റ്റ് നോവൽ റിട്ടൺ ബൈ ഗ്രഹാം ഗ്രീൻ എന്നുള്ളത് തന്നെയാണ്. ഏതാണ് ആ നോവൽ? ദ മാൻ വിത്തിൻ, പബ്ലിഷ്ഡ് ഇൻ 1929. ഇനി ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വർക്കുകളെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫിക്ഷനുകളെ. അതിൽ രണ്ടാമത്തെ കാറ്റഗറി എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അതെന്താണെന്ന് നോക്കാം. ഹിസ് എൻ്റർടൈൻമെൻറ്റ്സ് വെയർ യൂഷ്വലി സസ്പെൻസ് ത്രില്ലേഴ്സ് ആൻഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളാണ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് അദ്ദേഹം വിളിക്കുന്നത്. അതിൽ 2 ഐറ്റം സാധനങ്ങൾ പെടുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം എഴുതിയ സസ്പെൻസ്
ത്രില്ലേഴ്സ്, അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്. ഇതിനെ കളക്റ്റീവായിട്ട്, ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറീസിനെയും സസ്പെൻസ് ത്രില്ലറുകളെയും അദ്ദേഹം കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണെന്ത്? എൻ്റർടൈൻമെൻറ്റ്സ്. They include works like The Ministry of Fear, published in 1943, and The Third Man, 1950. പ്രധാനപ്പെട്ട എൻ്റർടൈൻമെൻറ്റുകളാണിത്. ദ മിനിസ്ട്രി ഓഫ് ഫിയർ, അത് പബ്ലിഷ് ചെയ്തത് 1943 ആൻഡ് ദ തേർഡ് മാൻ 1950, 1950 ദ തേർഡ് മാൻ പബ്ലിഷ് ചെയ്യുന്നത്. ആഫ്റ്റർ ഹി കൺവേർട്ടഡ് ടു കാത്തലിസിസം ഇൻ 1926, ഹിസ് റിലീജിയസ് കൺവിക്ഷൻസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ഹിസ് റൈറ്റിങ്സ്. അദ്ദേഹത്തിൻ്റെ 1926 അദ്ദേഹത്തിനൊരു മതം മാറ്റമുണ്ടായിരുന്നു. അദ്ദേഹം കാത്തോലിസിസത്തിലേക്ക് അദ്ദേഹം കൺവേർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മതം, ഒരു കത്തോലിക്കായിട്ട് അദ്ദേഹം മതം മാറി, ആ മതത്തിൻ്റെ വിശ്വാസങ്ങൾ സ്വീകരിച്ചു. സോ ഹിസ് റിലീജിയസ് കൺവിക്ഷൻസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ഹിസ് റൈറ്റിങ്സ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹത്തിൻ്റെ റിലീജിയസ് കൺവിക്ഷൻസ് വളരെയധികം, അദ്ദേഹത്തിൻ്റെ മതപരമായ സാക്ഷ്യങ്ങൾ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ദിസ് ക്യാൻ ബി റിഫ്ലക്റ്റഡ് ഇൻ വർക്ക്സ് ലൈക്ക് ദ ക്വൈറ്റ് അമേരിക്കൻ, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1955. അതുപോലെ തന്നെ ബ്രൈറ്റൺ റോക്ക്. ഈ രണ്ട് വർക്ക് വേറെ ഉണ്ട്. ദ ഹാർട്ട് ഓഫ് ദ മാറ്റർ ആൻഡ് എ ബേൺഡ് ഔട്ട് കേസ്, പബ്ലിഷ്ഡ് ഇൻ 1961. സോ 4 വർക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിലീജിയസ് കൺവിക്ഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ റിലീജിയസ് കൺവിക്ഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്ത വർക്കുകളായിട്ട് എടുത്ത് പറയുന്നത് ദ ക്വൈറ്റ് അമേരിക്കൻ, പബ്ലിഷ്ഡ് ഇൻ 1955, ബ്രൈറ്റൺ റോക്ക്, പബ്ലിഷ്ഡ് ഇൻ 1938, ദി ഹാർട്ട് ഓഫ് ദ മാറ്റർ, പബ്ലിഷ്ഡ് ഇൻ 1948, ആൻഡ് എ ബേൺഡ് ഔട്ട് കേസ്, പബ്ലിഷ്ഡ് ഇൻ 1961. ഇത്രയും വർക്കുകളിൽ അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ഇൻഫ്ലുവൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഹിസ് പ്ലേസ് ഇൻക്ലൂഡ് ദ ലിവിംഗ് റൂം, പബ്ലിഷ്ഡ് ഇൻ 1952, ആൻഡ് ദ പോട്ടിംഗ് ഷെഡ് 1957. സോ നമ്മൾ 2-3 ഐറ്റത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം എഴുതിയ, ആദ്യം കവിതയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അദ്ദേഹം എഴുതിയ നോവലുകളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് അദ്ദേഹം എഴുതിയ നാടകങ്ങളെക്കുറിച്ചാണ്. ഹി വാസ് ഓൾസോ എ പ്ലേ റൈറ്റ്. അദ്ദേഹം ഒരു നാടകകൃത്ത് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് പറയുന്നത് ദ ലിവിംഗ് റൂം ഇൻ 1952 ആൻഡ് ദി പോട്ടിംഗ് ഷെഡ് 1957. ഈ 2 പ്രധാനപ്പെട്ട നാടകങ്ങളാണ്, മറക്കരുത്. എ സോർട്ട് ഓഫ് ലൈഫ്, പബ്ലിഷ്ഡ് ഇൻ 1971, ആൻഡ് വേസ് ഓഫ് എസ്കേപ്പ്, പബ്ലിഷ്ഡ് ഇൻ 1980, വേർ 2 മെമ്മോയ്സ് ദാറ്റ് ഹി ഹാഡ് റിട്ടൺ. അദ്ദേഹം എഴുതിയ 2 മെമ്മോയറുകളാണ്. എന്താണ് മെമ്മോയർ? മെമ്മോയർ സ്മരണകളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാണ് മെമ്മോയർസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 മെമ്മോയറുകളാണ്. എ സോർട്ട് ഓഫ് ലൈഫ്, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1971, ആൻഡ് വേസ് ഓഫ് എസ്കേപ്പ്, പബ്ലിഷ്ഡ് ഇൻ 1980. ഇനി ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറയാൻ പോകുന്നത്. ഡേഞ്ചറസ് എഡ്ജ്, എ ലൈഫ് ഓഫ് ഗ്രഹാം ഗ്രീൻ ഈസ് എ ഡോക്യുമെൻ്ററി അബൌട്ട് ദ ലൈഫ് ഓഫ് ദി ഓഥർ. ഗ്രഹാം ഗ്രീനെ കുറിച്ച് പുറത്തിറക്കിയ ഒരു ഡോക്യുമെൻ്ററി ഫിലിമാണ് ഡേഞ്ചറസ് എഡ്ജ്, എ ലൈഫ് ഓഫ് ഗ്രഹാം ഗ്രീൻ എന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെൻ്ററി. ഈ ഡോക്യുമെൻ്ററി സെവറൽ ഓഫ് ഹിസ് വർക്ക്സ് ഓഫ് ഫിക്ഷൻ വെയർ അഡാപ്റ്റഡ് ആസ് ഫിലിംസ്. അദ്ദേഹത്തിൻ്റെ കുറേ നോവൽസ്, കുറേ ഫിക്ഷൻസ് സിനിമയായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കുറേ അദ്ദേഹം എഴുതിയിട്ടുള്ള പല നോവലുകളും പിന്നീട് സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണത്. ദ ഗ്രഹാം ഗ്രീൻ ബർത്ത് പ്ലേസ് ട്രസ്റ്റ് ഓർഗനൈസസ് ദി ഗ്രഹാം ഗ്രീൻ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ എവ്രി ഇയർ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണത്. ദ ഗ്രഹാം ഗ്രീൻ ബർത്ത് പ്ലേസ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവർ വർഷാവർഷം എന്ത് ചെയ്യുന്നു? ഗ്രഹാം ഗ്രീൻ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ട്. അവരെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ വർക്കിൽ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടേമിനെ കുറിച്ചാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ബ്ലാക്ക് ഹ്യൂമർ. ബ്ലാക്ക് ഹ്യൂമർ ഇസ് എ ഫോം ഓഫ് ഹ്യൂമർ ദാറ്റ് ഡിസ്റിഗാർഡ്സ് ഹ്യൂമൻ സഫറിങ് ലൈക്ക് പെയിൻ ഓർ ഡെത്ത്. ദ ലാഫ്റ്റർ അറൈസസ് ഫ്രം സ്കെപ്റ്റിസിസം. സോ ഈ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
ദുരന്തങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ കാണാറുണ്ട്. അതുപോലുള്ള ദുരന്തങ്ങളിൽ മരണം, അതേപോലെ തന്നെ വേദന തുടങ്ങിയ ദുരന്തങ്ങൾ ഉണ്ട്. ഈ ദുരന്തങ്ങളിൽ നമ്മൾ ഫണ്ണി എലമെൻറ്റ്സ്, ദുരന്തങ്ങൾക്കിടയിൽ കോമഡി കണ്ടെത്തുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. അതായത് ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു തരം പ്രത്യേക തമാശയാണ്. ഇവിടെ മനുഷ്യൻ്റെ വേദനകൾക്കും മരണത്തിൽ പോലും വില കൽപ്പിക്കുന്നില്ല. അതിലെ ചിരി, കോമഡിക്ക് സ്കോപ്പ് എന്ന് പറയുന്നത്, അതിൽ ചിരി ഉയരുന്നത് ഈ വേദനയിൽ നിന്നുകൊണ്ടാണ്. വേദനയെ ചെറുതാക്കി കണ്ടുകൊണ്ട് വേദനയിലൂടെ തമാശയാക്കുന്നൊരവസ്ഥ. അതായത് ചില മരണങ്ങൾ, ചിലർ മരിക്കുമ്പോൾ നമ്മൾ അതിൽ തമാശയാണ് കണ്ടെത്തുക, ദുരന്താവില്ല. ഞാൻ ഈയിടെ ഒരു കോമഡി സ്കിറ്റ് കണ്ടു. അപ്പോൾ അതിലെ കഥാപാത്രം ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതിലെ കഥാപാത്രം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അച്ഛൻ മരിച്ച ദിവസം ഞാനും എൻ്റെ അമ്മയും ഭയങ്കര ചിരിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നിൻ്റെ അച്ഛൻ മരിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മരിക്കുമ്പോൾ അച്ഛൻ ഒരു കള്ള് ചെത്തുകാരനായിരുന്നു. ഒരു ദിവസം അച്ഛൻ കള്ള് ചെത്താൻ കയറിയപ്പോൾ താഴെ നിന്ന് ആരോ അച്ഛനോട് സമയം ചോദിച്ചു. അപ്പോൾ അച്ഛൻ 2 കൈയും വിട്ടിട്ട് 10 മണിയെന്ന് ആംഗ്യം കാണിച്ചു. അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് വീണ് അച്ഛൻ പടമായി എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും, ഓഡിയൻസും ചിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മരണമാണ്, പക്ഷേ ഇതിലൊരു ഫണ്ണി എലമെൻറ്റ് കണ്ടെത്തുന്നു. സോ മരണം സംഭവിക്കുന്നത് അങ്ങനത്തെ ഒരു തമാശ നിറഞ്ഞ സർക്കംസ്റ്റൻസിലാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവത്തിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. ഡാർക്ക് കോമഡി എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ഹ്യൂമറാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഷോക്കിംഗ് ആക്സിഡൻറ്റ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയുടെ തീം. അപ്പോൾ ഡെത്ത് ഓഫ് പാരൻസ് ക്യാൻ ബി വെരി പെയിൻഫുൾ ടു യങ് ചിൽഡ്രൻ. ചെറിയ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇതുപോലെയുള്ള സംഭവമാണെങ്കിൽ പോലും, ഇതുപോലെയുള്ള തമാശ രൂപേണയുള്ള മരണമാണെങ്കിൽ പോലും, മരിച്ച ആളുടെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വളരെ ദുരിതവും ദുഃഖവും തന്നെയായിരിക്കും. പക്ഷേ ബാക്കിയുള്ളവർ ഈ ഇതൊരു തമാശയായിട്ടാണ് എടുക്കുക. ഇതൊരു ദുരന്തമായിട്ട് കാണാതെ തമാശയായിട്ടാണ് ബാക്കിയുള്ളവരെടുക്കുക. അതുപോലെ ദ മാനർ ഓഫ് ഡെത്ത് ഇൻ ദ ഫോളോവിങ് സ്റ്റോറി ഹാസ് ബീൻ ട്രീറ്റഡ് ആസ് സംതിങ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ആൻ അൺഡിഗ്നിഫൈഡ് ഫാഷൻ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കഥയിലെ മരണവും അതുപോലെ തന്നെയാണ് ഒരു തമാശ നിറഞ്ഞ രൂപത്തിലാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ജെറോമിൻ്റെ ഫാദർ മരിക്കുന്നത്. പക്ഷേ ദിസ് മേക്സ് ഇറ്റ് കോമിക് യെറ്റ് പെയിൻഫുൾ ടു ജെറോം ദി പ്രോട്ടഗണിസ്റ്റ്. ജെറോമിനെ സംബന്ധിച്ചിടത്തോളം, ബാക്കിയുള്ളവർക്കൊക്കെ ജെറോമിൻ്റെ അച്ഛൻ്റെ മരണം ഒരു തമാശയാണ്. പക്ഷേ ജെറോമിനൊരിക്കലും ഈ മരണം ഒരു തമാശയല്ല. അതുകൊണ്ട് ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു, കഥയുടെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോക്കിംഗ് ആക്സിഡൻസിൻ്റെ വളരെ വിശദമായ ഒരു അനലൈസിസാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം ഇതിലും കൂടുതലായിട്ട് നമ്മളതിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹത്തെക്കുറിച്ച്, ഇതിൻ്റെ ഓതറായ ഗ്രഹാം ഗ്രീനെ കുറിച്ച് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സമ്മപ്പ് ചെയ്യുന്ന, നമ്മുടെ ചാപ്റ്ററിൻ്റെ ഒരു സമ്മപ്പാണ് ആ ഒരു പാരഗ്രാഫ്, അത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത്. ദ സ്റ്റോറി വാസ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ ദി മാഗസിൻ പഞ്ച് ഇൻ 1957. ഇനി നമ്മൾ ഈ ചെറുകഥ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് പഞ്ച് എന്ന് പറയുന്ന ഒരു മാഗസിനിലാണ്. 1957 ആ മാഗസിൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ദെൻ റീഅപ്പിയർഡ് ഇൻ ഗ്രീൻസ് 1967 കളക്ഷൻ മേ വി ബോറോ യുവർ ഹസ്ബൻഡ് ആൻഡ് അതർ കോമഡീസ് ഓഫ് ദി സെക്ഷൽ ലൈഫ്. അപ്പോൾ
ആദ്യം 1957 പഞ്ച് എന്ന് പറഞ്ഞ മാഗസിനിൽ പബ്ലിഷ് ചെയ്തു. പിന്നീട് 1967 ഗ്രഹാം ഗ്രീൻ എഴുതിയ ഷോർട്ട് സ്റ്റോറീസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു, മേ വി ബോറോ യുവർ ഹസ്ബൻഡ് ആൻഡ് അതർ കോമഡീസ് ഓഫ് ദി സെക്ഷൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അതിൽ രണ്ടാമത് വീണ്ടും പബ്ലിഷ് ചെയ്ത് വന്നു. 1967 രണ്ടാമത് വരുന്നത്. ദ സ്റ്റോറി വാസ് അഡാപ്റ്റഡ് ഇൻ ടു എ ഷോർട്ട് കോമഡി ഫിലിം ബൈ ജെയിംസ് സ്കോട്ട് ഇൻ 1982. മാത്രമല്ല ഈ ഒരു കഥ ചെറിയൊരു ഷോർട്ട് കോമഡി ഫിലിമായിട്ട് എടുത്തിട്ടുണ്ട്. ജെയിംസ് സ്കോട്ടാണ് ആ ഫിലിം ഡയറക്റ്റ് ചെയ്തത്. ആ സിനിമ വന്നത് 1982. അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗ്രഹാം ഗ്രീനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വർക്കുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ മറക്കരുതാത്തൊരു കാര്യമുണ്ട്. അത് എന്താണ് ബ്ലാക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ബ്ലാക്ക് കോമഡി, ഡാർക്ക് കോമഡി എന്നൊക്കെ പറയുന്ന ബ്ലാക്ക് ഹ്യൂമർ എന്താണെന്നുള്ളതാണ്. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത സെഷനിൽ നമ്മൾ ഷോക്കിംഗ് ആക്സിഡൻറ്റ് പഠിക്കും. ഷോക്കിംഗ് ആക്സിഡൻറ്റ് നമ്മളൊരു ലൈൻ ബൈ ലൈൻ തന്നെ ഡിസ്കസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1-2 വീഡിയോയിൽ നമുക്ക് ഷോക്കിംഗ് ആക്സിഡൻറ്റ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. എല്ലാവരും മനസ്സിലാവുന്നത് വരെ ക്ലാസ് കേൾക്കുക. അപ്പോൾ നിങ്ങൾ PSW, മാത്സ്, BBA, CA ഒക്കെ സ്റ്റുഡൻസ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് പഠിക്കുന്ന അത്രയൊന്നും ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനുണ്ടാവില്ല. എന്നാലും നിങ്ങൾ അതേ ഇമ്പോർട്ടൻസ് ഇതിനും കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പരാജയം സംഭവിക്കാം. ഏത് പേപ്പർ പോയി കഴിഞ്ഞാലും തുല്യമാണ് അവസ്ഥ. അപ്പോൾ അത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഇത് ക്ലാസ്സിനെ ആ ഒരു രീതിയിൽ തന്നെ സീരിയസ് ആയിട്ട് സമീപിക്കുക. ക്ലാസ് മനസ്സിലാവുന്നത് വരെ വീണ്ടും കേൾക്കുക. താങ്ക് യു.